കൊച്ചിയിൽ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച ഇതര സംസ്ഥാനക്കാരന്റെ പണം കവർന്ന എസ്ഐക്ക് സസ്പെൻഷൻ. ആലുവയിലെ ഗ്രേഡ് എസ്ഐ യു സലീമിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മരിച്ചയാളുടെ ബാഗിൽ നിന്ന് 4000 രൂപയാണ് സലീം കവർന്നത്. പണം മോഷ്ടിക്കുന്നത് CCTVയിൽ പതിഞ്ഞതോടെയാണ് എസ്ഐ കുടുങ്ങിയത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, പോലീസ് സേനയ്ക്ക് മാത്രമല്ല മലയാളികൾക്കാകെ ലജ്ജ ഉണ്ടാക്കുന്ന, നമ്മുടെ തല താഴ്ത്തിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി. ഏതായാലും ഇത് എന്തായിരുന്നു ഈ മോഷണം നടന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളാകെ നാണിച്ച് തലതാഴ്ത്തേണ്ടി വരുന്ന ഒരു വാർത്തയാണിത്. കാരണം ഈ ഗ്രേഡ് എസ്ഐ അദ്ദേഹം ആലുവയിലായിരുന്നു, ആലുവ പോലീസ് സ്റ്റേഷനിലായിരുന്നു അയാൾ ജോലിയെടുത്തിരുന്നത്. ഈ ഗ്രേഡ് എസ്ഐ യു സലീം കഴിഞ്ഞ 16-ാം തീയതി അസം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് ട്രെയിനിൽ നിന്ന് വീണു മരണപ്പെട്ടു. ആ യുവാവിൻ്റെ ബന്ധുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ ബാഗും ഒപ്പം തന്നെ മറ്റ് സാമഗ്രികളും കൈമാറിയപ്പോൾ ആ ബാഗിലുണ്ടായിരുന്ന 4000 രൂപയാണ് ഇയാൾ അടിച്ചു മാറ്റിയത്. ഈ യു സലീം എന്ന് പറയുന്ന പോലീസുകാരൻ ഇയാൾ മുൻപ് സാമ്പത്തികമായ തിരിമറികളിൽ വലിയ ആക്ഷേപം നേരിട്ടിട്ടുണ്ട്, നടപടികൾ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ 4000 രൂപ മൃതദേഹത്തിൽ നിന്നും എടുത്തു മാറ്റുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലജ്ജിച്ച് തലതാഴ്ത്തുക മാത്രമല്ല, ഇങ്ങനെയുള്ള പോലീസുകാരെയൊക്കെ സേനയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും ആ പോലീസുകാരനെതിരെ ഇപ്പോൾ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പണം പോയതെന്ന് അറിയുന്നത് അവിടുത്തെ മറ്റ് പോലീസുകാർക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. അവർ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് ഈ പണം ഇയാൾ അടിച്ചു മാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു. ബന്ധുക്കളുടെ പരാതി വീണ്ടും പരിശോധിക്കുകയും ഒപ്പം തന്നെ ഈ തെളിവുകൾ കൃത്യമായി ലഭിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ യു സലീമിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി.